സാമ്പത്തിക പ്രയാസം മൂലമാണ് കളവ് നടത്തിയതെന്ന പേരിൽ ക്ഷേത്ര ഭണ്ഡാരം കുത്തിത്തുറന്ന കള്ളനെ മലബാർ ദേവസ്വം ബോർഡ് ജീവനക്കാരും പോലീസും സംരക്ഷിക്കുന്നതായി പരാതി. പാലക്കാട് വായില്യംകുന്ന് ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തിത്തുറന്ന് പണം മോഷ്ടിച്ച കള്ളനെയാണ് ജീവനക്കാരും ശ്രീകൃഷ്ണപുരം പോലീസും ചേർന്ന് സംരക്ഷിച്ചതായി പരാതി ഉയർന്നിരിക്കുന്നത്. 2 വർഷത്തിനിടെ ഈ ക്ഷേത്രത്തിൽ 5 തവണയാണ് ഭണ്ഡാരം മോഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ ജൂൺ 22-ാം തീയതിയാണ് സംഭവം. പട്ടാപ്പകൽ വായില്യാംകുന്ന് ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തിത്തുറന്ന് പണം മോഷ്ടിക്കുകയായിരുന്നു. എന്നാൽ നാട്ടുകാർ കള്ളനെ കയ്യോടെ പിടികൂടി. ക്ഷേത്ര ജീവനക്കാരിൽ ചിലർ പോലീസിൽ വിവരമറിയിച്ചു. തുടർന്ന് പോലീസ് കള്ളനെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തതാണ്. എന്നാൽ ഇതിനിടെ ക്ഷേത്രത്തിലെ തന്നെ മറ്റൊരു ജീവനക്കാരൻ ദേവസ്വം ബോർഡ് ലെറ്റർ പാഡിൽ കള്ളൻ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളാണെന്നും മേൽ നടപടി സ്വീകരിക്കരുത് എന്നും ആവശ്യപ്പെട്ട് കത്തെഴുതി സ്ഥലം SIക്ക് നൽകി. സ്ഥലത്തില്ലാതിരുന്ന ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരമായിരുന്നു കത്ത്. എന്നാൽ ഇത് സംശയം ഉളവാക്കുന്നതാണെന്നും കഴിഞ്ഞ 2 വർഷത്തിനിടെ 5 തവണയാണ് ക്ഷേത്രത്തിൽ ഭണ്ഡാരം മോഷ്ടിക്കപ്പെട്ടിട്ടുള്ളതെന്നും BJP ആരോപിച്ചു. എടുക്കുന്ന നടപടിയിലേക്ക് കടന്ന സമയത്ത് ക്ഷേത്രത്തിൻ്റെ ക്ലർക്കായിട്ടുള്ള കല്ലമ്പറമ്പിൽ സുകുമാരൻ അദ്ദേഹം എക്സിക്യൂട്ടീവ് ഓഫീസറുമായി സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേസിൽ ഈ കള്ളൻ എന്ന് പറയുന്ന വ്യക്തി സാമ്പത്തികവുമായും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേസില്ല എന്ന് പറഞ്ഞുകൊണ്ട് മലബാർ ദേവസ്വത്തിൻ്റെ അല്ലെങ്കിൽ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ലെറ്റർ പാഡിൽ രേഖാമൂലം ശ്രീകൃഷ്ണപുരം പോലീസിന് എഴുതി കൊടുത്തിരിക്കുകയാണ്. ഇത് ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം സംശയമുളവാക്കുന്ന കാര്യമാണ്. സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവരെല്ലാം ക്ഷേത്രം മുതൽ കളവ് ചെയ്യട്ടെ എന്നാണോ ദേവസ്വം ബോർഡിൻ്റെയും പോലീസിൻ്റെയും നിലപാട് എന്നും BJP ചോദിച്ചു. സംഭവത്തിൽ DGP, ജില്ലാ പോലീസ് മേധാവി, DYSP തുടങ്ങിയവർക്കും ദേവസ്വം കമ്മീഷണർക്കും BJP പരാതി നൽകിയിട്ടുണ്ട്. ജനം, പാലക്കാട്.